ISAയുടെ പിന്തുണ ലഷ്കർ ആസൂത്രണം ചെയ്തു, TRF നടപ്പാക്കി. ഒപ്പം നാട്ടുകാരും കൂടി ചേർന്നപ്പോൾ ഭീകരന്മാർക്ക് ഓപ്പറേഷൻ എളുപ്പമായി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ചാര സംഘടനയുടെ ബന്ധം ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഏജൻസികൾ. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ തോയ്ബയും ISAയും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ISA പിന്തുണച്ചു, ലഷ്കർ ആസൂത്രണം ചെയ്തു, TRF നടപ്പാക്കി എന്നാണ് രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആക്രമണം ആസൂത്രണം ചെയ്തത് ലഷ്കർ തോയ്ബയുടെ ഉന്നത കമാൻഡറായ സെയ്ഫുള്ള കസൂരി എന്ന ഖാലിദും ഇയാളുടെ സഹായികളായ പാക് അധീന കാശ്മീരിലെ 2 ഭീകരരും എന്നാണ് വിവരം. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ആക്രമണം നടത്തിയത്. ഭീകരർ ഒന്നിലധികം ബൈക്കുകൾ ഉപയോഗിച്ചതായാണ് വിവരം. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. 2 സംഘമായി തിരിഞ്ഞ് AK-47 ഉപയോഗിച്ചാണ് വെടിയുതിർത്തത്. നാട്ടുകാർ എങ്ങനെ എന്ന ചോദ്യത്തിന് അതെ, നാട്ടുകാരും ഉൾപ്പെട്ടിരിക്കാം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഉദ്ദേശം 8 മാസങ്ങൾക്ക് മുൻപ് കാശ്മീരിൽ വിനോദസഞ്ചാരത്തിന് പോയ അഭ്യസ്ത വിദ്യരായ ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് അവിടെ നേരിട്ട ഒരു അനുഭവം, അതിനെക്കുറിച്ച് ഡോക്ടർ ഭാർഗവ റാം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് വായിക്കാം. ഉദ്ദേശം 8 മാസങ്ങൾക്ക് മുൻപ് കാശ്മീരിൽ വിനോദസഞ്ചാരത്തിന് പോയ അഭ്യസ്ത വിദ്യരും ഉന്നത നിലയിൽ ജീവിക്കുന്നവരുമായ യുവദമ്പതികൾ തിരിച്ചെത്തി പിതാവിന് കാശ്മീരിൽ നിന്നുമുള്ള സമ്മാനങ്ങൾ നൽകി. കാശ്മീർ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധേയമായി പറഞ്ഞ കാര്യം അദ്ദേഹം എന്നോട് ഇന്ന് പങ്കുവച്ചു എന്നാണ് ഭാർഗവ റാം കുറിച്ചിരിക്കുന്നത്. ചെന്ന് കയറുന്ന കടകളിൽ നിന്നെല്ലാം ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹിന്ദുവാണോ എന്നത്. എന്തിനാണ് വരുന്നവരോട് ഹിന്ദുവാണോ എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുന്നത്? ഹിന്ദുക്കൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രോഡക്ട്സ് ആണോ നൽകാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അതോ വേറെ എന്തെങ്കിലും കണക്കെടുപ്പ് നടക്കുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും വേണ്ടി ശേഖരിക്കുന്ന വിവരങ്ങളാണോ? ഇന്നലത്തെ സംഭവങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു ആക്രമണം എന്നാണ്. എന്തായാലും തദ്ദേശവാസികൾക്ക് അവിടെ പ്രത്യേകിച്ച് കടകൾ, സ്ഥാപനങ്ങൾ, സേവന സംരംഭങ്ങൾ ഇവയൊക്കെ നടത്തി പോന്നിരുന്നവർക്ക് പങ്കാളിത്തം സംശയിക്കാവുന്ന ഈ അനുഭവത്തിന്റെ വിശദാംശങ്ങൾ ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ഭാർഗവ റാം തന്റെ പോസ്റ്റിൽ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസമായി പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ വലിയ തിരിച്ചടികൾ നേരിടുകയാണ്. ഈ പരാജയങ്ങൾ ബലൂചിസ്ഥാനിലെ ഇന്ത്യയുടെ ഇടപെടലുകൾ കാരണമാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ കാരണം. ഈ ഒരു ആക്രമണം, ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ഒന്നാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വഖഫ് നിയമമാണ് രണ്ടാമത്തെ കാരണം. കാശ്മീരിൽ പുതിയ സർക്കാർ നിലവിൽ വന്നു. ഇത് ജനങ്ങൾ ജനാധിപത്യത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലും വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതാണ് മൂന്നാമത്തെ കാരണം. ഖർബെ കുസ്കെ മാരേഗെ, നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് തല്ലിയാൽ ഞങ്ങളും തല്ലും എന്ന സന്ദേശമാണ് ഈ ആക്രമണം. മറ്റൊരു കാരണം കാശ്മീരിൽ തളർക്കുന്ന വിനോദസഞ്ചാരം തന്നെയാണ്. കാശ്മീരിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം താഴ്വരയിലെ സുരക്ഷയുടെ അളവുകോലാണ്. വിനോദസഞ്ചാരത്തിന്റെ കാലത്ത് നടത്തിയ ആക്രമണം കാശ്മീരിൽ ഇപ്പോഴും ഭീകരാക്രമണങ്ങൾ സാധ്യമാണ് എന്ന് തെളിയിക്കാനും താഴ്വരയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഇനിയുള്ള വരവ് തടയാനും ഇതുവഴി സമ്പദ്ഘടനയെ തകർക്കാനും ലക്ഷ്യം. ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ അനുസ്മരിപ്പിക്കും വിധം തന്നെയാണ് പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം ഭീകരർ ആക്രമണം നടത്തിയത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടത്തിയത്. വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നിരുന്ന സ്ഥലത്തേക്ക് തോക്കുമായി എത്തിയ ഭീകരർ ആക്രമിക്കുകയായിരുന്നു. വളരെ അടുത്ത് നിന്നാണ് ഭീകരർ വിനോദസഞ്ചാരികളെ വെടിവെച്ചത്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ലഷ്കർ തോയ്ബ അനുകൂല സംഘടനയാണിത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം തന്നെയാണ് കാശ്മീരിലെ പഹൽഗാമിൽ നടന്നത്. പക്ഷേ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സാഹചര്യങ്ങൾ ഇന്ന് വളരെയധികം മാറി. കാശ്മീർ സമാധാനത്തിലായിരുന്നു. ഈ വർഷം ധാരാളം കാശ്മീരിൽ സന്ദർശിച്ച് വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു. കാശ്മീരിലെ സ്ഥിതിഗതികൾ സങ്കീർണമാണെന്ന് ലോകത്തെ അറിയിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അതിൽ അവർ ഏകദേശം ഭാഗികമായി വിജയിച്ചു എന്ന് തന്നെ പറയണം. എന്നാലും സമാനമായ സംഭവങ്ങളെ ഇനിയും നാം കരുതിയിരിക്കേണ്ടി വരും. എന്തായാലും ഇന്ന് വൈകുന്നേരമുള്ള തുടർ നീക്കങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ എന്തായിരിക്കും ഇന്ത്യ എടുക്കുന്ന തീരുമാനം എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരിക്കലും ഒരു ഉഴപ്പിയ തീരുമാനം ഇന്ത്യ എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതിനു മുൻപ് പലതവണ പാകിസ്ഥാൻ ചുട്ട മറുപടി നാം കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.